എന്താടാ നിർത്തിക്കളഞ്ഞത്? അടി കിട്ടി പഞ്ചറായിട്ട് വന്നിരിക്കല്ലേ? കഴിക്കേ, തടി നന്നായിരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ചതാ. എന്നിട്ട് കണ്ട നാട്ടിൽ പോയി കണ്ടവൻ്റെ ഒക്കെ കൂടെ തല്ലും കൂടി വന്നിരിക്കും. ബാക്കിയുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ കണ്ട നാട്ടിൽ കൊണ്ടാക്കിയത്? പഞ്ചാബിലെ അടി കിട്ടിയായിരുന്നു നീ പറഞ്ഞു. പക്ഷെ എന്തിനാ കിട്ടിയെന്ന് മാത്രം നീ പറഞ്ഞു. പെണ്ണുടി കേസിലാണ്. അത് ഉറപ്പല്ലേ? പഞ്ചാബിലെ അടി ചൊറിയും. ആ പിന്നെ അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ്റെ ഗുസ്തി ടൂർണമെന്റ് വിജയേട്ടൻ മുടക്കാൻ പോവാ. ബാക്കി ഇവിടുന്ന് വാങ്ങാം. വിജയേട്ടാ ബാക്കി നീ പറയും. എന്താടാ? വിജയേട്ടാ അവരത് നടത്തിക്കോട്ടെ. ഇത്രയും നാളത്തെ പോലെ അല്ല. അച്ഛനും ഗാങ്ങും ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയേക്കാം. എന്താടാ നിനക്കൊരു മാറ്റം? നീ എന്താ യൂത്ത് വിട്ട് ഫയൽമാൻമാരെ ക്ലബ്ബിൽ ചേർന്നോ? ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതേ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ മൊത്തം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ. എനിക്കറിയാം. നിനക്കറിയാം മനത്തോലെ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾക്ക് നാട്ടിലെ ചെറുപ്പക്കാരുടെ വോട്ട് പിടിക്കാൻ. ഞാനെന്താ പൊളിറ്റിക്സ് കളിക്കാന്നാണോ നീ പറഞ്ഞത്? അതല്ല വിജയേട്ടാ, അവരവിടെ ഗുസ്തിയോ എന്ത് കുന്തമേളം നടത്തിക്കോട്ടെ. നമ്മളായിട്ട് അത് കൊടുക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. വെറുതെ വഷളാവണം. നിനക്ക് പേടിയാണെങ്കിൽ നീ നിൽക്കണ്ട, നീ അറിയിക്കോ. തിരിച്ചു നിന്റെ അക്കാറിക്ക് നോക്കോ. നീ അവിടെ ആയിരുന്നല്ലോ പണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. ചേട്ടാ നിങ്ങൾ അടങ്ങ്. അവനൊരു സജഷൻ പറഞ്ഞല്ലോ. നീ മിണ്ടരുത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ കാണിച്ചടാ, കാണിച്ചു. നീ നിന്റെ തന്തയുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ തന്തയുടെ സ്വഭാവം നീ കാണിക്കേണ്ടിരുന്ന എന്താ നല്ല അടി നിങ്ങളെന്ത് തേങ്ങ വെള്ളം കാണിക്കും. ഞാൻ വരാം. പോരാ അത് മതി. 6 ആരുടെ ബാറ്റിംഗ്? 3:30 അല്ലേ? ഓ 3:30. അല്ല പോക്കരെ, നമുക്ക് ഈ ഗോദ എല്ലാ തവണത്തെ പോലെ കുറച്ചുകൂടെ ഒന്ന് ഉയരത്തിൽ കെട്ടാം. ഓ ആയിക്കോട്ടെ. അപ്പൊ കാണുന്നവർക്ക് ഒരു സൗകര്യമാവുമല്ലോ. ക്യാപ്റ്റൻ, ഇത് നടക്കില്ല. ആ വിജയൻ കോടതിയിൽ കൊടുത്ത കേസ് വിധിയായിട്ടുണ്ട്. കേസോ? അതെ, മനയത്തുവയൽ അവനുകൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എന്ത് പരിപാടി നടക്കണമെങ്കിലും അവന്റെ സമ്മതം കൂടാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ രഹസ്യമായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വിധിയായിട്ടുണ്ട്. അതും അവൻ അനുകൂലമായിട്ട്. ചെമ്പലോ കളിയും കൊണ്ട് എങ്ങനെയാണ് നീ? അമ്മാവൻ ഇപ്പം കിട്ടും. കൈ കിട്ടുന്നൊക്കെ വേഗം പറക്ക്. വേറെ കാണിച്ചിട്ട് വരാം. സമയം കളയണ്ട, തുടങ്ങിക്കോ. നോക്കിൽ ചെമ്പൊരു ചിന്തുന്നുണ്ടേ മുഴക്കണക്ക് മുന്നിൽ കടുകിടെ ഇവൻ മാറുമോ? നേരിലെതിർത്തൊരു ന്യായം മിണ്ടാനായി മണ്ണാരുണ്ട്. ഇമ്പു പറഞ്ഞവരെല്ലാം പിന്നെ കുമ്പിട്ടു വീണു. എന്ത് തോന്നിയാ സാറെ കാണിക്കണേ? ആ കാലമാണ് വരാൻ മുന്നേ ഭാര്യ കിട്ടി ഇറങ്ങാൻ പറ്റിയ തീരുണ്ടിരിക്കുക. ഇവനെ ഞാൻ ഒന്ന് സഹായിക്കും. താഴ്ത്തുനിന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം.